ഇതെന്താ പൊറാട്ട ചുടിയേ? ഇത് കണ്ടാ വിചാരിച്ചും പൊറാട്ട ചുടുകയാണ്, പക്ഷെ പൊറാട്ടയാണോ? അല്ല, പിന്നെന്താ? മാവ് കുഴക്കണോ, കുഴച്ചിട്ട് ഇത് ഇങ്ങനെ ബപ്പടത്തിൻ്റെ മാതിരി ആക്കും. അപ്പം വിചാരിച്ചാൽ എന്താ ബപ്പടാണ്? ആ, എന്നാ ബപ്പടാണ് വിചാരിച്ചു. ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം എനിക്ക് കുഴ കണ്ടിട്ട്? ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാകത്ത്? ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവില്ലേ? കണ്ടിട്ട് ബപ്പടത്തിൻ്റെ കൈ മാതിരി. ആ, എന്നാൽ അത് നേരത്തെ നോക്കിക്കാതെ ഇനിയിപ്പോൾ അതിന് കുഴച്ച് പ്രസ് ചെയ്ത് അല്ല അങ്ങനെ കുഴച്ചെടുക്കും. അപ്പോൾ ആദ്യം കാണുമ്പോൾ എല്ലാവരും വെച്ചപ്പോൾ ഇത് പപ്പടാണ്. ഞാൻ മാവ് അയക്കടി ചെരി കണ്ടില്ല, ആ മാവ് അതിലേക്ക് ചെരിഞ്ഞിട്ട് അതക്കണം, അത് വലിച്ച് കൊണ്ടുപോകും. എങ്ങനെയുണ്ട് ഇപ്പം? എന്ത് മാവ്? മൈദ കുഴച്ചാറില്ലേ? ഇനി അത് ആ മെഷീൻ കണ്ടിട്ടിട്ട് അവിടുന്ന് അതൊന്നും കൂടി പരത്തിയെടുക്കും. പേപ്പർ മാതിരി പപ്പടം മാതിരി മാവ് വേണ്ട, കുഴച്ച് അതിലെന്താ ചേർക്കുന്നത്? കടലമാവാ? ഇതെന്താവും ലാസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ? ഇപ്പൊ തന്നെ നമുക്കൊന്നും ഉറപ്പിച്ചങ്ങോട്ട് പറയാനേ. എന്നാലും ഒരു ഐഡിയ എന്തായിരിക്കും? അതാ അപ്പൊ എന്തായി? പതിര്. ആ, സമൂസന്റെ പതിര് മാതിരില്ലേ? ഞാൻ സമൂസന്റെ പതിര് ഇനി എന്താവും നോക്കില്ല. അത് ആ മെഷീനിൽ കടക്കി സ്പ്രേ അടിച്ച് ആ മെഷീനെ ചൂടാക്കേണ്ടതാണ്. പതിര് ചൂടാക്കി അയച്ചിട്ട് അതിക്ക് അതിങ്ങനെ ഓരോരോ ഷീറ്റാക്കി വെച്ച് ഇവിടുന്ന് ഇത് മുറിച്ച് പീസ് ഈ കറക്റ്റാക്കിയിട്ട് ഇടാം. അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഓരോ കറക്റ്റിൽ ഓരോ പീസാക്കിയിട്ട് ആ പീസുകൾ ആ മെഷീനിൽ കയറ്റും. ഇടാം, കൈ കൊണ്ടിട്ട് അതിൽ പ്രസ് ചെയ്ത് ഷീറ്റ് ഓരോ കളറിൽ ഇങ്ങനെ അതിക്കടി കയറ്റി വെച്ചിട്ട് അത് ചൂടാണ്. ഇടാ, ഇനി എന്താവും? എന്ത് സീറ്റായിരിക്കും ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ? ചവിട്ടിയാ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചവിട്ടിയനാണത്. കണ്ട, ആ സമൂസൻ്റെ ബദലൊക്കെ പറഞ്ഞ് വെറുതായി. ഇപ്പം എന്തായി? ചവിട്ടിമെന്ന് പോയി ഒരു ഷീറ്റായി. ഇനി ആ ഷീറ്റ് എന്താവും നോക്ക്. കണ്ട, ചെരുപ്പാട് കട്ട് ചെയ്യണത്. ആ മാവ് വായിച്ച് പത്തിരി ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പോൾ അതൊരു ചെരുപ്പാക്കാനുള്ള പരിപാടി. ഇനി അതുകൊണ്ട് അടിപൊളി ചെരുപ്പുകൾ ഞാൻ അതിൻ്റെ ഡിസൈൻ ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് ഈ വക ചെരുപ്പുകൾ ഉണ്ടാക്കുക. ഇത് ഏറ്റവും തല്ലിപ്പൊളി ചെരുപ്പാണ്, ക്വാളിറ്റി മോശമുള്ള ചെരുപ്പാണ്. മനസ്സിലായില്ലേ? ഡിസൈൻ ചെയ്യണത്. ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അതിന് ബാറൊക്കെ വെച്ച് അത് മാർക്കറ്റിൽ കൊണ്ട് വരുമ്പോൾ പൊളിച്ച് എടാ ഇമ്മാതിരി ചെരുപ്പേക്കാരപ്പോയി. ഇതിനാണ് ഇവിടെ ഒരു ജോഡി 200 100 കണ്ടറിനൊക്കെ കിട്ടേണ്ട ചെരുപ്പാണിത്. ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വിൽക്കലില്ലേ, ആ ലോക്കൽ ചെരുപ്പുകൾ. കുട്ടികളെ മിക്കി മൂസ് കുക്കി മൂസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ചെരുപ്പുകൾ വെള്ളത്തിലിട്ട് കേകി കുളിപ്പിച്ച് ഉഷാറാക്കിയിട്ട് അടിപൊളിയായി. അപ്പോൾ ഇങ്ങനെയാണ് ചെരുപ്പ് ഉണ്ടാക്കൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രേ പൈലപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് നമ്മളെ ഈ ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനി കേട്ടോ. ഓക്കെ, ബൈ.